നമ്മളിപ്പോൾ കണ്ണൂരിലേക്കാണ് പോകുന്നത്. നേരത്തെ പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ ഒരു പരാതി ചോർന്നതിനെതിരെ ഇപ്പോൾ CPM ജനറൽ സെക്രട്ടറി MA ബേബിക്ക് ചെന്നൈയിലെ വ്യവസായി കത്തയച്ചിരുന്നു. ചെന്നൈയിലെ വ്യവസായിയായ ഷർഷാദ്, ഇപ്പോൾ മുഹമ്മദ് ഷർഷാദ്, അതാണ് ഇപ്പം കോടതിയിൽ എവിഡൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ പറയുന്ന ഡോക്യുമെന്റ് പുറത്തേക്ക് പോയത് എങ്ങനെയാണ് എന്നുള്ളതാണ് സംശയം. പോളിറ്റ് ബ്യൂറോയുടെ കൈവശമുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. അത് പുറത്തേക്ക് പോയത് എങ്ങനെയാണ്? അല്ല, പോളിറ്റ് ബ്യൂറോയുടെ കൈവശം ഉണ്ടായിരുന്ന സാധനം അന്ന് പാർട്ടി കോൺഗ്രസിൽ നടപടിയെടുത്തതിന്റെ ശേഷം അന്ന് അവിടെ വെച്ച് തന്നെ അത് സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറിയിട്ടുണ്ട് ഫർദർ അന്വേഷണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നാണ് അത് ചോർന്നിരിക്കുന്നത്, അല്ലാതെ പോളിറ്റ് ബ്യൂറോ എന്നല്ല. പോളിറ്റ് ബ്യൂറോ ഒരു നടപടി എടുത്തു കഴിഞ്ഞാൽ അതാത് സംസ്ഥാനത്തിന് അത് കൈമാറും. ബാക്കി തുടരന്വേഷണം ചെയ്യേണ്ടത് ആ സംസ്ഥാന കമ്മിറ്റിയാണ്. അപ്പോൾ അവിടെ നിന്നാണ് ആ കത്ത് കിട്ടിയിരിക്കുന്നത്. കത്ത് കിട്ടിയത് മാത്രമല്ല, കത്ത് കോടതിയിൽ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ചിലപ്പം കോടതിയിൽ അബദ്ധവശാൽ കൊടുത്തതാണോ എന്നും അറിയില്ല. പിന്നെ ഞാൻ സംശയിക്കുന്നത് ആ പുള്ളിയുടെ രാജേഷ് കൃഷ്ണയുടെ വക്കീൽ, അഡ്വക്കേറ്റ്, ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ആളാണ്. ഇന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു പശ്ചാത്തലമുള്ള ആളാണ്. ചിലപ്പോൾ ഇൻറ്റൻഷ്യലി കൊടുത്തതും ആയിരിക്കാം. ആ അഡ്വക്കേറ്റിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും. അഡ്വക്കേറ്റ് ആരാന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് രാഷ്ട്രീയ ബന്ധങ്ങളാണ് ഉള്ളത്, കേരളത്തിൽ ഏത് പാർട്ടിയായിട്ട് ബന്ധമുള്ളതെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ അതിൽ ഇൻറ്റൻഷ്യലി കൊടുത്തതായിരിക്കാം. അല്ലാതെ നമ്മൾ പാർട്ടിക്ക് ഇപ്പം ഇങ്ങനെ ഒരു പരാതി കൊടുക്കുന്ന സംഗതികളൊക്കെ പബ്ലിക്കാവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പാർട്ടിക്ക് പരാതി കൊടുക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? നമുക്ക് പ്രസ് മീറ്റ് വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ. കോടതിയിലേക്കാണ് ഈ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. കോടതിയിലെത്തിയിട്ട് ജൂലൈ 17 എത്തിയിട്ടുണ്ട്. അത് നോട്ടീസ് വന്നു. എൻ്റെ വക്കീൽ കഴിഞ്ഞ ലാസ്റ്റ് ഹിയറിങ് 13-നായിരുന്നു, ഓഗസ്റ്റ് 13-നായിരുന്നു. ഓഗസ്റ്റ് 13-ന് ലാസ്റ്റ് ഹിയറിങ് കഴിഞ്ഞു. ഹിയറിങ് കഴിഞ്ഞ സമയത്ത് പുള്ളിയുടെ അഡ്വക്കേറ്റിൻ്റെ ഒരു ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു IA പെറ്റീഷൻ ഇട്ടിട്ട് ഞാൻ ഫേസ്ബുക്കിലുള്ള എൻ്റെ എഴുത്ത് നിർത്തണം. അതാണ് അവരുടെ മെയിൻ ആവശ്യം. കാരണം എന്ന് വെച്ചാൽ ഞാൻ എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കാര്യങ്ങളിങ്ങനെ പബ്ലിക്കായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം എൻ്റെ അഡ്വക്കേറ്റ് ഒബ്ജക്റ്റ് ചെയ്തിട്ട് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് ഒരു ഓർഡർ പാസ്സാക്കാൻ പറ്റില്ല. കാരണം കേരളത്തിൽ പല കോടതികളിൽ ഈ കേസ് നിലനിൽക്കുന്നുണ്ട്. ഞാൻ ആ കേസിൻ്റെ രേഖകളൊക്കെ ഹാജരാക്കാം, എനിക്ക് സമയം വേണമെന്ന് പറഞ്ഞു. കേസ് വീണ്ടും സെപ്റ്റംബർ ഓർഡർ കൊടുക്കാതെ സെപ്റ്റംബർ 1-ന് പിന്നെ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അല്ല, അങ്ങനെ ആയിരിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. അത് അങ്ങനെയാണ് എന്നുള്ളത് എനിക്ക് കാണാതെ പറയാൻ പറ്റില്ല. സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ബന്ധങ്ങളും അവർ തമ്മിലുള്ള മുമ്പ്, ഞാൻ ആ കത്തിൻ്റെ അകത്ത് തന്നെ പറയുന്നുണ്ട്, അവർ തമ്മിലുള്ള മുമ്പുള്ള ഇടപാടുകളും കാര്യങ്ങളൊക്കെ തന്നെ, വേറെ ഒന്നുമില്ല. ആ രാജേഷ് കൃഷ്ണയായിട്ടുള്ള പല സാമ്പത്തിക ഇടപാടുകളും പല കാര്യങ്ങളും ഉണ്ട്. ഈ രാജേഷ് കൃഷ്ണനെ എനിക്ക് പരിചയപ്പെടുത്തുന്നത് തന്നെ ഇദ്ദേഹമാണ്. നമ്മുടെ ശ്യാം മുഖേനയാണ് ഞാൻ പരിചയപ്പെടുന്നത്. കാരണം വെച്ചാൽ എനിക്ക് ആൻഡ്രോ ജോസഫിൻ്റെ അടുത്തുനിന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എൻ്റെ പുഴു സിനിമൻ്റെ സമയത്ത് വൈഫിന് ഒരു പ്രശ്നം നേരിട്ടപ്പം ആ പ്രശ്നം ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ രാജേഷ് കൃഷ്ണ ഈ ശ്യാം മുഖേന വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് പിന്നെ ഈ രാജേഷ് കൃഷ്ണക്ക് നമ്മൾ എൻ്റെ വൈഫിൻ്റെ മുൻഭാര്യയുടെ കാര്യങ്ങളും പ്രൊഫൈലും കാര്യങ്ങളൊക്കെ കണ്ടപ്പം സിനിമയിൽ മുൻപന്തിയിലെത്താൻ പറ്റുന്ന ഒരു ആളാണ് എന്നുള്ള മനസ്സിലായത് കൊണ്ടാണ് നമ്മൾ ഈ കുടുംബ പ്രശ്നവും കാര്യങ്ങളും അവിടെ വെച്ചാണ് തുടങ്ങുന്നത്. ഈ പറയുന്ന രീതിയിൽ ഈ പരാതി സംസ്ഥാന കമ്മിറ്റിയിൽ തന്നെയാണ് ചോർന്നു പോയതെന്ന് ഉറപ്പിച്ച് അങ്ങനെ പറയാൻ പോകുന്നത്. സംസ്ഥാന കമ്മിറ്റിയിൽ തന്നെയാണ് ചോർന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് ബന്ധപ്പെട്ട സമയത്ത് ഈ പോളിറ്റ് ബ്യൂറോൻ്റെ ആൾക്കാരായിട്ട് ഞാൻ സംസാരിച്ച സമയത്ത് കത്ത് അന്ന് തന്നെ, അതായത് ആ പാർട്ടി കോൺഗ്രസ്സിൽ നടപടിയെടുത്ത ആ സമയത്ത് തന്നെ സംസ്ഥാന കമ്മിറ്റിക്ക് കത്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് പിന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞത്. എന്ന് മധുര നിങ്ങളവിടെ ഉണ്ടായിരുന്നല്ലേ, നമ്മൾ കണ്ടതല്ലേ. അന്ന് ഞാൻ അവിടുന്ന് എന്നോട് പറഞ്ഞത് കത്ത് ഞാൻ കേരളത്തിലേക്ക് അയച്ചിട്ടുണ്ട്, ബാക്കി കാര്യങ്ങളും ആക്ഷൻസും കാര്യങ്ങളിൽ അവരാണ് എടുക്കേണ്ടത്, എല്ലാ തീരുമാനങ്ങളും അവരാണ് ചെയ്യേണ്ടത്. പിന്നെ അതുകൊണ്ട് അവിടുന്ന് അവർ വേണ്ടത് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നിന്നായിരിക്കും പിന്നെ കത്ത് ചോർന്നിട്ടുണ്ടാവുക. അതിനകത്തൊരു നടപടിയും ഇല്ലാത്തതും ഒരു ദുരൂഹമായ ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണ്. കാരണം ഈ പരാതിയിന്മേൽ ഒരു നടപടി ഉണ്ടായിട്ടുണ്ടായിട്ട് അറിയില്ല. ഇല്ല, ഒരു നടപടി അതായത് നടപടി 2022-ൽ കോടിയേരിയുള്ള സമയത്ത് നടപടി ഉണ്ടായിരുന്നു. കംപ്ലീറ്റ് പുള്ളിനെ മാറ്റി നിർത്തപ്പെട്ടിരുന്നു. പുള്ളി പാർട്ടിൻ്റെ അകത്ത് ചർച്ച ചെയ്തും കൊണ്ട് പുറത്തു വരാത്ത രീതിയിൽ പുള്ളിൻ്റെ അടുത്ത് അകലം പാലിക്കണമെന്നുള്ള ഇൻസ്ട്രക്ഷൻ എല്ലാവർക്കും കിട്ടിയിരുന്നു. അതെനിക്ക് അതിനെ ബന്ധപ്പെട്ടിട്ട് ആ ഇൻഫർമേഷൻ എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ അടുത്ത് 1-2 നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കോടിയേരി മരണപ്പെടുകയും ഇദ്ദേഹം സെക്രട്ടറി ആവുകയും ചെയ്തപ്പം ഈ മകൻ്റെ പോരായ്മകൾ വെച്ചും കൊണ്ട് പൂർവാധിക ശക്തിയോടുകൂടി പുള്ളി തിരിച്ചു വന്നു. UK-ലുള്ള പുള്ളിയുടെ ഫ്ലാറ്റിൽ പോയി താമസിക്കുകയും അവിടുന്ന് ഒരു പുസ്തക പ്രകാശനം, ഒരു കോൺഗ്രസ് അനുഭാവിയായ ഒരു സ്ത്രീയുടെ പുസ്തക പ്രകാശനമൊക്കെ ഈ രാജേഷ് കൃഷ്ണ മാഷെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഓൾറെഡി ചർച്ചാ വിഷയമായ കേസുകളാണ്. കാരണം ഗോവിന്ദ മാഷെ കൊണ്ട് അത് UK-ലുള്ള പാർട്ടിൻ്റെ അനുകൂല സംഘടനകളായ കൈരളി, അതല്ലാതെ അവിടെ വേറൊരു സംഘടനയും കൂടിയുണ്ട്. പിന്നെ UK-ലുള്ള ഒരു കൈരളി അല്ലാതെ, കൈരളി ഈ രാജേഷിൻ്റെ ഒരു അനുഭാവ സംഘടനയാണ്. വേറൊരു സംഘടന ഉണ്ട്, അത് ഞാൻ പേര് ഓർക്കുന്നില്ല. ആ സംഘടനയുടെ ആൾക്കാരൊക്കെ എന്നെ ബന്ധപ്പെട്ടിട്ട് ഒരുപാട് രേഖകളൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. കാരണം അവിടെ നേതാക്കന്മാർ വന്നു കഴിഞ്ഞാൽ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അവരവിടെ ഒരുപാട് പബ്ലിക് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ട് ഇവനെ ലണ്ടനിലേക്ക് വരുത്തി കഴിഞ്ഞാൽ ഇവനെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് പിന്നെ ഈ പ്രോഗ്രാമിനും ഇതിനൊന്നും ആളില്ലാതെ
പിന്നെ ഇവൻ്റെ കൂടെ ആയിരിക്കും ആൾക്കാർ എന്നുള്ളത്. അത് പിന്നെ എല്ലാ ആൾക്കാരും എൻ്റെ അടുത്ത് തന്ന വോയിസ് ക്ലിപ്പുകളും കാര്യങ്ങളും എല്ലാ ഇൻഫർമേഷൻസും എൻ്റെ കയ്യിലുണ്ട്. MP ഗോവിന്ദന്റെ മകനെതിരെയാണല്ലോ നിങ്ങളൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ഈ പരാതി. ഈ MP ഗോവിന്ദന്റെ മകൻ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് തെളിയിക്കാൻ? അല്ല, പിന്നിലെ അതായത് തെളിവുകളില്ല, സാഹചര്യം അതാണ് ഇന്ന് ഉള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ ഇപ്പം പാർട്ടി സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലുള്ള ആൾക്ക് ഇവനെ സപ്പോർട്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. എല്ലാവരും ഇവനെ എതിരാണ്. കാരണം എൻ്റെ കഥ എല്ലാവർക്കും അറിയുന്നതാണ്. എല്ലാവരും പേഴ്സണലായിട്ട് എൻ്റെ അടുത്ത് വിളിച്ച്, പല ആൾക്കാരും എൻ്റെ അടുത്ത് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ കാര്യം. അങ്ങനെ ഒരാളെ പാർട്ടിയിലുള്ള അതും CPM-ലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ഒരാളും അങ്ങനെ അറിഞ്ഞ് സഹായിക്കില്ല. പക്ഷേ ഷാമും ചിലപ്പോൾ സഹായിക്കാൻ നിർബന്ധിതനായതായിരിക്കാം. അതായത് ഷാമിൻ്റെ ഭീഷണിപ്പെടുത്തി ഇവൻ്റെ ഒരു സ്റ്റൈൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീഷണി. ഇപ്പം എൻ്റെ പ്രശ്നം തുടങ്ങുന്ന സമയത്ത് തന്നെ എനിക്ക് ഒരുപാട് ഭീഷണികളുണ്ടായിരുന്നു. പോരാളി ഷാജിമാർ, അവർ അതേപോലെ നമ്മളെ അന്നത്തെ അൻവർ എന്ന് എനിക്ക് വേണ്ടി ഒരുപാട് പോസ്റ്റ് ഇട്ട ആളാണ്. അല്ല, എനിക്കെതിരെ അവന് വേണ്ടി അവൻ്റെ കൂടെ ചേർന്ന്. ഇന്ന് അൻവറിൻ്റെ അവസ്ഥ എന്താ? അങ്ങനെ പല ആൾക്കാരെ വെച്ചിട്ട് ഭീഷണി ചെയ്യുകയാണ്. ഇവൻ്റെ ഭീഷണി സ്വരാണ്. പോരാളി ഷാജിമാരെ കൊണ്ടും മറ്റ് സൈബർ ഈ CPM-ൻ്റെ സൈബർ സഖാക്കളുണ്ടല്ലോ, അതിലൊക്കെ ഒരുപാട് മോശപ്പെട്ട പോസ്റ്റുകളും കാര്യങ്ങളും എൻ്റെ വോയിസ് ക്ലിപ്പടക്കം എഡിറ്റ് ചെയ്ത് മാറ്റിയും കൊണ്ട് വേറെ വോയിസ് ചേർത്തും കൊണ്ട് ഞാൻ അവൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്ന പോലെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കഥകളൊക്കെ പ്രചരിപ്പിച്ചാണ്. അപ്പോൾ അതൊക്കെ അവനല്ല ഇടുക, അവന് ലിങ്ക് കൊടുത്തിട്ട് ഈ സൈബർ ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അപ്പോൾ അങ്ങനെ വലതും ഷാമിനെയും ചിലപ്പോൾ ഭീഷണിപ്പെടുത്തിയതാവാം. പിന്നെ അതിൽ ഏറ്റവും ഒരു അത്ഭുതം എനിക്കുണ്ടായെന്ന് വെച്ചാൽ, ഞാൻ ആ കത്ത് ചോർന്നു എന്നുള്ള വിഷയം സൂചിപ്പിച്ചും കൊണ്ട് 17 ഓഗസ്റ്റ് 13 കഴിഞ്ഞ ആഴ്ച ഒരു മെയിൽ അയച്ചിരുന്നു ജനറൽ സെക്രട്ടറിക്ക് മാത്രം പേഴ്സണൽ മെയിലിൽ കൊടുത്ത മെയിലാണ്. ആ മെയിലും ചോർന്നു എന്നറിഞ്ഞു. അതിപ്പോൾ ഏഷ്യാനെറ്റ് അവിടെ വന്ന് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഞാൻ ആ മെയിൽ കാണുന്നത് പുള്ളിൻ്റെ കയ്യിൽ. അപ്പോൾ ആ മെയിലും ചോരണമെങ്കിൽ നമ്മൾ എന്താ ഇപ്പം പറയാനുള്ളത്? അതായത് ഓൾറെഡി ഒരു പരാതി ചോർന്നു എന്നുള്ള ഒരു കംപ്ലൈൻറ്റ് അന്വേഷിക്കണം. ഇതെങ്ങനെ ചോർന്നു, ഇതെങ്ങനെ കോടതിയിൽ എവിഡൻസ് ആയിട്ട് എത്തി എന്നുള്ളത് കണ്ടുപിടിക്കണമെന്നും പറഞ്ഞിട്ട് അയച്ച മെയിലും കൂടെ ചോർന്നിരിക്കുകയാണ്. അതും മീഡിയൻ്റെ കയ്യിൽ എത്തിയിരിക്കുകയാണ്. ഏതിൽ? മറ്റേ പരാതിയിലുണ്ട്. മെയിൻ പരാതി അല്ല, പരാതിയിൽ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് അന്ന് ഇങ്ങനെയുള്ളതല്ല. അത് അന്ന് പഴയ ഗവൺമെൻറ്റിലുള്ള കുറച്ച് ആൾക്കാർ, അതായത് ഇവനൊന്നും അതായത് 2016 വരെ ഈ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ആൾ 0 ആണ്. അദ്ദേഹം ബെഡ് സ്പേസ് ഷെയർ ചെയ്ത് താമസിക്കുന്ന ആളാണ് UK. പെട്ടെന്ന് 2016 ഇയാൾ ഗവൺമെൻറ് വന്ന ഉടനെ നമ്മളെ അന്നത്തെ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ മുഖേന ഇതിലെത്തുന്നു. എന്താണ് പറയുക, നമ്മുടെ ലോ കേരള സഭയിൽ. അവിടെ നിന്നാണ് ഇവൻ വെച്ചുകടി കയറുന്നത്. പിന്നെ അവിടെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നത്. ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇന്ത്യയിൽ നിന്ന് വരുന്നത്. UK ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് ഇവിടുന്ന് അങ്ങോട്ടാണ് കാശ് വന്ന് വീഴുന്നത്, ദുബായിൽ നിന്ന്. അവിടുന്ന് അതൊക്കെ എവിടെ നിന്നാണെന്നുള്ളതാണ് എൻ്റെ ഞാൻ സൂചിപ്പിക്കുന്നത്. ഇന്നയാളെ വ്യക്തി എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല അതിനകത്ത്. ആ ചില ആൾക്കാരുടെ പേരുണ്ട്, ഈ ശ്രീരാമകൃഷ്ണൻ, അതേപോലെ നമ്മളെ തോമസ് ഐസക്ക്, അന്നുള്ള ആൾക്കാർ. അതേപോലെ അല്ല, അങ്ങനെ ഉണ്ടെന്നല്ല എനിക്ക്. അതായത് തോമസ് ഐസക്ക് എൻ്റെ ഒരു പേഴ്സണൽ കാര്യത്തിൽ ഇടപെട്ടിട്ട് ഫെഡറൽ ബാങ്കിൽ ഒരു വിഷയം നടത്തിയിട്ടുണ്ട്. രാജേഷ് കൃഷ്ണ ചെയ്യിപ്പിച്ചതാണ്. അതായത് എൻ്റെ കമ്പനിക്കുള്ള ഒരു വർക്കിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട് അദ്ദേഹം ഞാനറിയാതെ, ഞാൻ ഡയറക്ടറായിട്ടുള്ള കമ്പനി, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, നിങ്ങൾ ആലോചിച്ച് നോക്കൂ എത്രമാത്രം ചട്ടലംഘനാണ്. എൻ്റെ കമ്പനി, ഞാൻ എടുത്ത ഒരു വർക്കിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട് ഞാനറിയാതെ തോമസ് ഐസക്കിനെ കൊണ്ട് ക്ലോസ് ചെയ്യിപ്പിക്കുകയാണ് ഫെഡറൽ ബാങ്കിൻ്റെ ചെയർമാനെ വിളിച്ചിട്ട്. അതിനെതിരെ ഞാനിപ്പോൾ ED-യിലും ഇൻകം ടാക്സിലും പരാതി കൊടുത്തിട്ടുണ്ട്. അത് പരാതി ലൈവിലുണ്ട് ഇപ്പോഴും, അത് അന്വേഷണം നടക്കുന്നുണ്ട്. എൻ്റെ കമ്പനി, ഇപ്പോൾ നിങ്ങൾ റിപ്പോർട്ടർ അല്ലെങ്കിൽ മാതൃഭൂമി, അവരുടെ മുതലാളി അറിയാതെ അവരുടെ ബാങ്ക് അക്കൗണ്ട് ഒരു ദിവസം ക്ലോസ് ചെയ്യുക. അവർക്ക് ഒരു ഇൻഫർമേഷനും ഇല്ല. SMS വരെ ഈ പണം ഈ ലോണ് ക്ലോസ് ചെയ്യണമെങ്കിൽ അതിൽ ഡെപ്പോസിറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ SMS വരുമല്ലോ. ആ SMS സംവിധാനം വരെ ലോക്ക് ചെയ്ത് വെച്ചും കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അത് തോമസ് ഐസക്കിൻ്റെ ഇൻവോൾവ്മെൻ്റ് ആണ് അതിൽ.